ഇനി കത്ത് കൊടുത്താൽ എങ്ങനെയാണ് മരവിപ്പിക്കാൻ കഴിയുന്നത്? അവർക്കല്ലേ കരാറിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ മറ്റും ചെയ്യാൻ പറ്റുക? അതിപ്പോ തീരുമാനമായി. അതിന് ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തു. ഒപ്പിടേണ്ടി വന്നോ? ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണോ അങ്ങനെ മന്ത്രിസഭയിലും അതിന് മുന്നണിയിലും ഒക്കെ വിശദമായി ചർച്ച ചെയ്യാതെ തിരുത്തപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെ ഇത് ഒപ്പിടേണ്ടി വന്നോ? അതുകൊണ്ടാണോ ഇപ്പൊ ഇത് താൽക്കാലികമായി മരവിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? ഇപ്പൊ ഏതായാലും മരവിപ്പിച്ചല്ലോ. അല്ല, മരവിപ്പിക്കുക വെച്ചാൽ റിവ്യൂ ചെയ്യാന്നുണ്ടല്ലോ. ആ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. അതിന്റെ കാര്യം അതെ, അതിന് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒരു നിലപാടെടുത്തല്ലോ. ആവശ്യമായ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ലേശം രസം തന്നിട്ടുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളല്ല ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു. ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ PMശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് കാണുകയും ചെയ്തു. ഉൾപ്പെടെയുള്ള ഫണ്ട് ലഭിക്കാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒപ്പിട്ടു, പക്ഷേ താൽക്കാലികമായിട്ട് ഇത് നീട്ടി വെക്കുകയാണെങ്കിൽ ആ ഫണ്ട് ലഭിക്കുന്നത് വൈകില്ലേ? അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അല്ല, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പോൾ ഒരു സമിതി വന്നിട്ടുള്ളത്. ആ സമിതി വന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പൊ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അത് പിന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വലിയ തിരക്കിലാവുമല്ലോ. അതിന്റെ എല്ലാം അതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അന്ന് പ്രധാനമന്ത്രിയും അമിത്ഷയും കണ്ടതിന് ശേഷമാണ് ഒപ്പിട്ടെന്ന് പറയുന്ന പ്രതിപക്ഷങ്ങൾ നയപരമായ ഒരു മാറ്റം കുറച്ചൊരു ഗൗരവം ആദ്യം കാണിക്കുന്നത്. ഒപ്പിട്ട ശേഷമാണ് ഇത് പഠിക്കുന്നത്. അല്ല, എങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു സ്ഥിരം പതിവായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ പതിവ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ കാണുന്നത് ഞങ്ങൾക്കുള്ള പൊതുവായ സ്വീകാര്യത അത് എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. അതിന്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും സാധാരണ അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷേ അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജനങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയതയുമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകുമെന്ന് ആരും അത്ര പെട്ടെന്ന് കണക്കാക്കേണ്ടതായിട്ടില്ല. എന്നാൽ നല്ല രീതിയിൽ അതിന് പ്രചരണം കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിലൊരു വസ്തുതയാണ്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിനെപ്പറ്റി ഒരാശങ്കയില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അതിന്റെ മറവിൽ ഒരു RSS അജണ്ട നടപ്പാക്കാനുള്ള താല്പര്യമാണ്. അതിലൂടെയാണ് നമ്മുടെ പൊതു പാഠ്യപദ്ധതിയിൽ നിന്ന് ഗാന്ധിവധം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റു തരത്തിലുള്ള വക്രീകരണങ്ങൾ വന്നത്. എന്നാൽ നമ്മളെന്താ ചെയ്തത്? ആ ചരിത്ര ഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റമോ വ്യതിയാനമോ നമ്മുടെ കേരളത്തിലുണ്ടാകില്ല. കാരണം അത്തരം നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പം ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സംസ്ഥാനമാണ്. അത് തുടരുക തന്നെ ചെയ്യും.